കോഴിക്കോട് പേരാമ്പ്രയിലെ സംഘർഷത്തിൽ ഷാഫി പറമ്പിലിന് നേരെ പോലീസ് ലാത്തി വീശുന്ന ദൃശ്യങ്ങൾ പുറത്ത്. ഷാഫിക്ക് ലാത്തി കൊണ്ട് അടികൊള്ളുന്നത് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. ഈ ദൃശ്യങ്ങൾ പ്രേക്ഷകർ സ്ക്രീനിൽ കാണുന്ന ദൃശ്യങ്ങൾ വടകരയിൽ ഇന്നലെ രാത്രി നടന്ന സംഘർഷത്തിലാണ്. അവിടെ ഷാഫി പറമ്പിലിന് ലാത്തി കൊണ്ട് അടികൊള്ളുന്നത് വളരെ കൃത്യമായി ആ റൗണ്ട് ചെയ്ത ദൃശ്യങ്ങൾ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം. കൃത്യമായി ഷാഫി പറമ്പിലിന് അടിയേൽക്കുന്നത് കാണുന്നുണ്ട്. പോലീസ് പറഞ്ഞത് പച്ചക്കള്ളമാണെന്ന് വരുന്നു. പോലീസ് പറഞ്ഞത് ഞങ്ങൾ ലാത്തി ചാർജ് നടത്തിയിട്ടില്ല എന്നാണ്. തുടർന്ന് അങ്ങോട്ട് CPM നേതാക്കൾ, മന്ത്രിമാരടക്കം ഇത് വ്യാജമായി ഉണ്ടാക്കിയ നാടകമാണ്. ഷാഫി പറമ്പിലിന്റെ മൂക്കിൽ നിന്ന് ചോര വരുന്നതും ഷാഫി പറമ്പിൽ ആ ചോരയോടുകൂടി സംസാരിക്കുന്നതും ചോര പുരണ്ട ടവൽ ദേഹത്ത് കിടക്കുന്നതും അതിനുശേഷം ആശുപത്രിയിൽ പോകുമ്പോൾ ദേഹത്ത് ഷർട്ടിൽ ചോര പുരണ്ടതും ഒക്കെ ദൃശ്യങ്ങളായി പുറത്തു വന്നിരുന്നു, ഫോട്ടോഗ്രാഫുകളായി പുറത്തു വന്നിരുന്നു. ഇതൊക്കെ മഷിക്കുപ്പി കൊണ്ട് ഉപയോഗിച്ച് ഉണ്ടാക്കിയതാണ്. ഇത് മഷിക്കുപ്പി രാഷ്ട്രീയമാണെന്ന് മന്ത്രിമാരടക്കം ആക്ഷേപങ്ങൾ ഉന്നയിച്ചിരുന്നു. പോലീസ് രാത്രി നിഷേധിച്ചിരുന്നു. ഇതാ ഇപ്പോൾ പ്രേക്ഷകർക്ക് സ്ക്രീനിൽ കാണാം തെളിവുകൾ. ഷാഫി പറമ്പിലിനെ പോലീസ് മർദ്ദിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ്. സംഘർഷത്തിനിടെ പോലീസ് നടപടി ഉണ്ടാവുകയായിരുന്നു. പോലീസിന്റെ ലാത്തി MP-യുടെ മുഖത്ത് കൊള്ളുന്നത് വളരെ വ്യക്തമായി ക്രിസ്റ്റൽ ക്ലിയറായി ഈ ദൃശ്യങ്ങളിൽ കാണാം. ഷാഫിക്ക് അടിയേൽക്കുന്ന ദൃശ്യങ്ങൾ വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് കാണാം. ഷാഫി പറമ്പിൽ ഇപ്പോൾ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. നേതാക്കളുടെ ഒഴുക്ക് അങ്ങോട്ട് ഉള്ളതുകൊണ്ട് തന്നെ ഷാഫിയെ സന്ദർശിക്കുന്നതിൽ നിയന്ത്രണം ഡോക്ടർമാർ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഷാഫി പറമ്പിൽ ഇന്നലെ പോലീസ് ഈ സംഘർഷത്തിൽ പരിക്കേറ്റിരുന്നു. ഈ പരിക്ക് കോൺഗ്രസ് പ്രവർത്തകർ തന്നെ ഉണ്ടാക്കിയതാണ് എന്ന് CPM പ്രവർത്തകർ ആരോപിച്ചിരുന്നു. അതിനെ തള്ളിക്കളയുന്ന ഷാഫിക്ക് ഏറ്റത് പോലീസിന്റെ മർദ്ദനമാണ്. പോലീസിന്റെ ലാത്തി കൊണ്ടാണ് ഷാഫിക്ക് മുറിവേറ്റത്, അല്ലെങ്കിൽ ഷാഫിയുടെ മുഖത്തു നിന്ന് ചോര വന്നത് പോലീസിന്റെ ലാത്തി കൊണ്ടാണ് എന്ന് വ്യക്തമാക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർക്ക് മാതൃഭൂമി ന്യൂസിന്റെ സ്ക്രീനിൽ കാണാൻ കഴിയുന്നത്. ഇനി എന്ത് പറയും പോലീസ്? ഇത് നാടകമാണ് എന്ന് പറഞ്ഞ CPM ഈ കാര്യത്തിൽ ഇനി എന്ത് പറയാനുണ്ട് എന്നുള്ളത് ശ്രദ്ധേയമാണ്. CKG കോളേജിലെ കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട SFI KSU സംഘർഷമാണത് CPM കോൺഗ്രസ് സംഘർഷമായി വ്യാപിച്ചത്. കോൺഗ്രസും മുസ്ലിം ലീഗും ഒരു ഭാഗത്തും CPM മറുഭാഗത്തുമായി പേരാമ്പ്ര നഗരത്തിൽ തെരുവ് യുദ്ധം, അക്ഷരാർത്ഥത്തിൽ തെരുവ് യുദ്ധം തന്നെ അരങ്ങേറിയിരുന്നു. സംഘർഷഭരിതമായിരുന്നു പേരാമ്പ്ര ഇന്നലെ. വടക്കൻ കേരളത്തിലെ രാഷ്ട്രീയം കൂടുതൽ കലുഷമാവുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. ഇത് ഇന്നലെ രാത്രിയിലെ ദൃശ്യങ്ങളാണ്. പേരാമ്പ്രയിലെ മുസ്ലിം ലീഗിന്റെയും കോൺഗ്രസിന്റെയും, അതായത് UDF-ന്റെ പ്രകടനം, ആ പ്രകടനവും LDF പ്രവർത്തകരും തമ്മിൽ നേർക്കുനേർ സംഘർഷം ഉണ്ടാകുന്ന സാഹചര്യം വന്നു. ആ സാഹചര്യത്തിലാണ് പോലീസ് ഇടപെട്ടത്. പോലീസ് ഇടപെട്ടതിനെ തുടർന്ന് പോലീസുമായുള്ള ഏറ്റുമുട്ടലിലാണ് കോൺഗ്രസ് പ്രവർത്തകർക്ക് പരിക്കേറ്റിരിക്കുന്നത്. പോലീസ് പറഞ്ഞത് ഞങ്ങൾ ലാത്തി ഉപയോഗിച്ചിട്ടേ ഇല്ല എന്നുള്ളതായിരുന്നു. പോലീസിന്റെ ആ വാദം തെറ്റാണ്. ലാത്തി ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ പിന്നെ ഈ കാണുന്നത് എന്താണ്? പോലീസ് ലാത്തി പ്രയോഗിക്കുന്നത് ഈ ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമാണ്. ലാത്തി കൊണ്ടുള്ള അടി MP-യുടെ മുഖത്ത് കൊണ്ടിട്ടുണ്ട്. ആ കൊണ്ടതിന് ശേഷമുള്ള റിയാക്ഷൻ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാം. തലയിൽ കൈവെക്കുന്നതടക്കം കാണാം. MP-യുടെ മുഖത്ത് ലാത്തി കൊണ്ടിട്ടുണ്ട് എന്ന് ഈ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. MP-ക്ക് പരിക്കേറ്റിരുന്നു. MP ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഷാഫിക്ക് അടിയേറ്റിട്ടില്ല എന്ന വാദം പൊളിയുകയാണ്. ഷാഫി പറമ്പിൽ, DCC പ്രസിഡന്റ് പ്രവീൺ കുമാർ എന്നിവർ ഉൾപ്പെടെയുള്ള 8 UDF നേതാക്കൾക്കെതിരെ ഇപ്പോൾ പോലീസ് കേസെടുത്തിട്ടുണ്ട്. CPM പ്രവർത്തകർ ഉൾപ്പെടെ കണ്ടാൽ അറിയാവുന്ന 692 പേർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. ഷാഫിയുടെ മൂക്കിന് 2 പൊട്ടലുകളുണ്ട്. ഇന്ന് സംസ്ഥാന വ്യാപകമായി KPCC പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. സംഭവ സ്ഥലത്ത് നിന്ന് UDF പ്രവർത്തകരുടെ പ്രകോപനത്തിന് പിന്നാലെ പോലീസ് കണ്ണീർ വാതകം പ്രയോഗിക്കുന്ന ദൃശ്യങ്ങളും ഞാനതെല്ലാം നിങ്ങളുടെ കൺമുന്നിലാണല്ലോ അത് ചെയ്തത്. മുമ്പിൽ നിൽക്കുന്നവനിപ്പോ കാണാലോ. ഇവിടുന്ന് വിളിച്ചിട്ട് പ്രശ്നം വേണ്ടെന്ന് വിചാരിക്കുമ്പോ ഒരു ഉണ്ടല്ലോ. അവൻ വേണം വെച്ചിട്ട് അവൻ നോക്കി കണ്ട. ഞാൻ അവനിപ്പോ ഇതിന്റെ മുമ്പിൽ കാണുന്നില്ല. അറിയാതെ അടിച്ചവനാണെങ്കിൽ ഇതിന്റെ മുമ്പിൽ മാറില്ലല്ലോ. ഞാനതെല്ലാ ഉത്തരവാദിത്വത്തോടെ ഞാൻ ഏറ്റതാണ്. ഞാൻ നോക്കിക്കോളാം, ഞാൻ പറഞ്ഞോളാന്നൊക്കെ പറഞ്ഞതാണ്. ദൃശ്യം അല്ല, ഗ്യാസ് പൊട്ടിച്ചേട്ടോ.
ഇന്നലെ UDF മാർച്ചിനിടെ ഉണ്ടായ സംഘർഷത്തെ നേരിടാൻ പോലീസ് ടിയർ ഗ്യാസ് ഷെല്ലുകൾ പ്രയോഗിക്കുന്നതാണ് ഈ കാണുന്നത്. ടിയർ ഗ്യാസ് പ്രയോഗിച്ചിട്ടുണ്ട്, ലാത്തിയും പ്രയോഗിച്ചിട്ടുണ്ട്. പിന്നെ പോലീസ് എന്തിനാണ് ഈ കാര്യം മറച്ചുവെക്കുന്നത് എന്നുള്ളത് വിശദീകരിക്കപ്പെടേണ്ട ഒരു കാര്യമാണ്.